ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഭക്ഷണവും കഴിക്കാൻ പാടില്ല. കണ്ടുകൊണ്ടിരുന്ന പിന്നെയും പിന്നെ കഴിക്കേണ്ടി വരും. നീ ചിക്കൻ കഴിച്ചാ? കുറച്ചരിവുണ്ട്. എന്ത് സത്യം പറ, നിങ്ങൾ തമ്മിൽ പ്രേമത്തിലാണോ? ആണോന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. നീ ഇനി ഇത് അമ്മാരോടൊന്നും പറയാൻ നിൽക്കണ്ട. ഞാനൊന്നൊരു കള്ളം പറഞ്ഞ. ശരിക്കും ഞാൻ അവളോട് ഇഷ്ടം പറയാൻ പോകുന്നുള്ളൂ. ഇല്ലളിയാ, ഞാനായിട്ട് ആരോടും പറയാൻ പോലുള്ള. കണക്കായിപ്പോയി. നിനക്ക് അങ്ങനെ തന്നെ വേണം. നമ്മളോടൊന്നും പറയാതെ ഇവനെ ഒളിപ്പിച്ചോണ്ട് നടന്നല്ലേ. സംഗതി ഇവൻ കാണിച്ച് ചറ്റത്തരാണെങ്കിലും നമ്മളൊക്കെ ഇവിടെ ഉള്ളപ്പോ ഇവനൊരു ഊളി വേണം അവള് വിചാരിക്കണ്ട. അതെ അല്ലേ? അല്ല അല്ല, അവനെ കാണാൻ എങ്ങനെയാ? അവനെ കാണാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതല്ല, അവൻ്റെ കയ്യിലേ തൈക്കോണ്ടോ അല്ലെങ്കിൽ കുംഫു അങ്ങനത്തെ ഒരു ഐറ്റം അവൻ്റെ കയ്യിലുണ്ട്. കോണ്ടോ? തൈക്കോണ്ടോ, ഇടി, ഇതൊന്നും അറിയില്ലല്ലേ? അത്രേ ഉള്ളു. നീങ്ങ ഒന്ന്. അതെ, നമ്മൾ 4 പേരും അങ്ങോട്ട് നിന്ന് അവനെ പിടിച്ച് പുറത്തിട്ട് 3 അങ്ങ് കൊടുക്കാം. അപ്പൊ എങ്ങനെയുണ്ടാവും? അപ്പൊ നല്ല രസമായിരിക്കും. എടാ, അവൻ 5-6 പേരടിച്ച് പരിപ്പാക്കിയതാണ്. നീ കണ്ടാണോ? അല്ല, നല്ല പേടിയാണ്. അങ്ങനെയാണെ വേണ്ട, വേറെ പ്ലാൻ ചെയ്യാം. പിടിക്കാം. ആ, പണിയുണ്ട്. ഞാൻ രാത്രി കിടന്നിട്ട് ആലോചിക്കാം. പറഞ്ഞുതരാം. കിട്ടും, പിന്നെ കിട്ടും. രാത്രിയല്ലേ? അപ്പൊ അവനെ പിടയ്ക്കാം. അളിയ, നീ കൂടെ നിൽക്കുവോ? നിക്കും. എടാ, ഇവൻ അവനെ തട്ടിയ നീ പുറകിൽ കത്രയെ പോട്ടിടണം. എന്നിട്ട് പിന്നെ ഒന്നും നോക്കണ്ട, അടിച്ച് പറിച്ചേക്കണം. സോറി, അവൻ നമ്മളെ തിരിച്ചടിച്ചാലോ? ഇടി തുടങ്ങിയ പിന്നെ അവന് ഇടി കൊള്ളാനല്ലാതെ തിരിച്ചിടിക്കാനുള്ള സമയം നമ്മൾ കൊടുക്കില്ല. അതെ, ഞാൻ പോരാ. നീ ഇവിടെ ഇരിക്കും. ഓക്സിജൻ എടുക്കാനായിരിക്കും. ഇത് കുടിച്ചിട്ട് പോ. അത് നീ കുടിച്ചോ. അതെ, പോണോടാ. എന്തൊരു പ്രശ്നം? ഐ സോറി, ഇറ്റ്സ് ഓക്കെ. ഇങ്ങനെ കത്രിക എങ്ങനെ? ഇങ്ങനെ പിടി. അതങ്ങനെ ശരിയാവുക? ഞങ്ങൾ സോറി സോറി പറയാ നീ ഞങ്ങളുടെ എന്റെ വേട്ടവളിയും വരെ തല്ലുന്നോടാ. സ്മോക്ക് ചെയ്യുന്നെന്ന് അറിയാൻ പാടില്ലേ? രാജേഷേ, ಆ ಸಸ್ಪೆಕ್ಟ್ ಅಲ್ಲ, ಅವನ ಲಾಕಪ್ ಅಲ್ಲಾಕ ಆ ಕೊಡಿ ಎಲ್ಲ ಸತ್ಯ ಬರುತ್ತೆ ನನ್ನ ಮಗನಿಗೆ. ಕಾನ್ಸ್ಟೇಬಲ್, ಒಂದು ಟೀ ತಗೊಂಬ. ನಿಮ್ಮ ಕೇಸ್ ಇಷ್ಟರಲ್ಲಿರಲಿ. അളിയ, ആ CI ആജിമസ്താനെ ഒറ്റയടിക്ക് മൂത്രം ഒഴിപ്പിച്ചതാ. 3-ാം ദിവസം അയാൾക്ക് മൂത്രം പോകാതെ IC കിടന്ന് മടിയായെന്ന് അറിഞ്ഞത്. മൂത്രമൊഴിക്കാൻ ഇരിക്കേണ്ടി വരും തോന്നുന്നില്ല എനിക്ക്. ಏನು ಅನ್ಕೊಂಡಿದ್ರ? ಆಚೆ ತರ ಬಂದೆ. ಓ, ಇವರದು. ಸರ್, ಇವರು ಮಲಯಾಳಿಗಳು ಸರ್. ಓ, ಮಲಯಾಳಿ. ಏನಲ್ಲ തിന്നിದ್ದೆಲ್ಲ എല്ലിൻ്റെ കയറിത്താ? അല്ല സർ, அந்த செகண்ட் அடிச்சு போட்டு போதங்கெடுத்து பெண்ணை ரேப் செய்யல നിങ്ങളുടെ പ്ലാൻ. ലോഫർ നട മക്കളാ, നീനാ ഈ സംഘത്തലവൻ? പിന്നാറാ? ഇല്ല സാർ, ഞങ്ങൾക്ക് തലവനില്ല സാർ. അതെയാക്കെ? ഞങ്ങൾക്ക് സംഘമില്ല സാർ. ಏನೋ ಇದು? ಇದು ಪಲ್ಲಲ್ವಾ? ನಿನಾಗದಡ ಕಡ ಪಲ್ಲು? അതവന്റെ 33ാമത്തെ പല്ല സാർ. ಏಯ್ ಸರ್, ಅವರೆನ್ನೆ ಹೊಡೆದ್ರು. ಅದಕ್ಕಾಗಿ ಏನು ಮಾಡಲಿ? ಓ, ನಿನಗೇನ ಇವ್ರು ಹೊಡೆದಿತ್ತು? ಕಂಪ್ಲೇಂಟ್ ಹೊಡೆದಿತ್ತು ನಂಬಿದ್ದಿ.
ബാക്കി ഞാൻ നോക്കിക്കോളാം. അല്ല സാറേ, ഞങ്ങൾക്ക് കംപ്ലൈൻ്റ് ഇല്ല. ആ ഇവളുടെ ഫ്രണ്ട്സാ. ഈ നൻ മക്കളാ? അതെ സാർ, ഥ്. ഒരു അബദ്ധം പറ്റിയതാ. സാറ് വെറുതെ വിടണം. ಹೇ ಕಾನ್ಸ್ಟೇಬಲ್ ಅವ್ರು ಹೋಗ್ಲಿ ಬಿಡಪ್ಪ, ಕಳಿಸ್ಬಿಡು. ಹೋಗ್ಯಾ, ಎಲ್ಲಿಂದಲ್ಲ ಬರ್ತಾರೆ ನನ್ನ ಮಕ್ಕಳು. നിക്ക്, പുറത്തെൻ്റെ കാറ് കിടപ്പുണ്ട്. ಕಾನ್ಸ್ಟೇಬಲ್ ಆ ಫೈಲ್ ಅಲ್ಲ ನಿಮಗೆಲ್ಲ ಒಂದು ಕೆಲಸ ಮಾಡಿದ್ರೆ ಹೇಳ. എന്നെ തല്ലിയിട്ട് അങ്ങനെ അങ്ങ് പോയാലോ? സീനൊക്കെ അത് മര്യാദക്ക് വണ്ടി കയറും. ಹೋಗ್ಯಾ. ನೆಕ್ಸ್ಟ್ ಕೇಸ್ ಯಾವುದು? ചേട്ടാ, AC ഒന്ന് കൂട്ടിയിടുവോ? പുറയിലേക്ക് തണുപ്പ് കിട്ടുന്നില്ല. ടൂർ പോവല്ല, തല്ലാൻ കൊണ്ടുപോവാ. എന്നാ ചൂട് മതി അല്ലേ? നിങ്ങളുടെ പെർഫോമൻസ് എല്ലാം കൊള്ളാം, പക്ഷെ പോയതെൻ്റെ ഒരു പല്ല. ഈ 4 പേര് ചേർന്ന ഒരാളെ തല്ലുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. ഒറ്റയ്ക്കൊറ്റയ്ക്ക് തല്ലിയാ എനിക്ക് ശീലം. പിന്നെ ആരാണ്? പല്ലൊരെണ്ണം എന്തായാലും ഞാൻ എടുക്കും. ആരുടെയാ? അത് ആരുടെ വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചു. എല്ലാരും ഇറങ്ങിയോ? എല്ലാരും പല്ല് കൊടുക്കണോടാ? അപ്പൊ എങ്ങനെ, ആരാ ആദ്യം? ഇവനാണ് പോണ. അന്നതങ്ങനെ പറ്റിപ്പോയി. തിരിച്ചല്ലേ തീരുന്നുണ്ടെങ്കിൽ എന്നെ തല്ലിക്കോ, പക്ഷെ യുവമാരൊന്നും ചെയ്യരുത്. അങ്ങനെ നീ ഒറ്റയ്ക്ക് തല്ലുകൊള്ളണ്ട. തല്ലി തീർക്കാനാണ് തല്ലട്ടെ. തല്ലാനോ കൊല്ലാനോ ഒന്നും കൊണ്ടൊന്നുമല്ല. വാ, രാജേഷിനോട് കുറച്ച് സംസാരിക്കണം. വേറൊന്നുമല്ല, ചാരുൻ്റെ കാര്യം. എടോ, താൻ കരുതുന്നതിൽ ഇഷ്ടമല്ല ചാരും തന്നോടുള്ളത്. അത് തുറന്നു പറയാൻ നമുക്ക് ബുദ്ധിമുട്ട് കാണും. ചാരുവിനെ എനിക്കറിയാം. തന്നെ പോലെ ഒരാളോട് അവൾക്കൊരിക്കലും ഇഷ്ടം തോന്നില്ല. എന്തിനു വെറുതെ? ഒരു നല്ല ഫ്രണ്ടായിട്ടിരുന്നാ പോരെ? ചാരു, രാജേഷ് ഇനി ഒരു ശല്യം ഉണ്ടാക്കില്ല. എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലേ?